2026 ഫിഫ ലോകകപ്പ് ആവേശകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലയണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും ലോക കിരീടം നിലനിർത്താൻ ഇനി വെറും 2 മത്സരങ്ങൾ മാത്രം കളിച്ചാൽ മതി. സ്വിറ്റ്സർലൻഡിനെ തകർത്ത് തുടർച്ചയായി 2ാം ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് കാൽപന്തിലെ വീരന്മാർ. എന്തായാലും ദീർഘമായ 21 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വരുന്ന സെമി ഫൈനൽ കളിയിലാണ് ലോകത്തിന്റെ കണ്ണുകളിപ്പോൾ. എന്നാൽ ഇത്തവണത്തെ ലോകകപ്പ് ആരംഭിച്ച ശേഷം കായിക ലോകം പതിവിൽ നിന്ന് വ്യത്യസ്തമായി കാര്യമായി ചർച്ച ചെയ്യുന്നത് മൈതാനത്തെ കളിയെക്കുറിച്ചല്ല, അണിയറയിൽ നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ചില കള്ളക്കളികളെക്കുറിച്ചാണ്. അതെന്താണ് എന്നല്ലേ നോക്കാം. ലോകകപ്പിന്റെ സുതാര്യതയും നീതിയുമാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അതിൽ ആരാധകരും വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും മാത്രമല്ല, പ്രധാന ടീമുകളും ഫിഫയ്ക്കെതിരെ ഉയർത്തിയത് കടുത്ത ആരോപണങ്ങളാണ്. അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടർ മത്സരത്തിന് പിന്നാലെയായിരുന്നു ചില അസ്വസ്ഥതകൾ ആഗോളതലത്തിൽ ചർച്ചയായത്. കാരണം മെസ്സി ഫാക്ടറാണ്. അതെ, നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ടൂർണമെന്റിൽ നിലനിർത്താനും ലയണൽ മെസ്സിയുടെ സാന്നിധ്യം ഉറപ്പാക്കാനും ഫിഫയും ടൂർണമെന്റ് സംഘാടകരും ബോധപൂർവം ഇടപെടുന്നു എന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഈജിപ്തിനെതിരെ അർജന്റീന നേടിയ വിജയം വലിയ തോതിൽ സംശയങ്ങൾ ഉയർത്തുകയായിരുന്നു. മത്സരത്തിൽ 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന ശേഷമായിരുന്നു ഈജിപ്തിന്റെ പരാജയം. ഈജിപ്ത് 1-0 മുന്നിട്ട് നിൽക്കുമ്പോൾ നേടിയ ഗോൾ വാർ പരിശോധനയിലൂടെ റദ്ദാക്കിയ മുൻ പ്രീമിയർ ലീഗ് റഫറി ഫ്രാൻസോ ലെറ്റക്സിയറുടെ തീരുമാനം തീർത്തും തെറ്റായതായിരുന്നുവെന്ന് റഫറിംഗ് വിദഗ്ധർ വരെ വിലയിരുത്തിയിട്ടുണ്ട്. അവസാന നിമിഷങ്ങളിൽ ഈജിപ്തിന് പെനാൽറ്റി നിഷേധിച്ചതും കേവലം അബദ്ധമല്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമാണെന്ന് ഈജിപ്ഷ്യൻ താരൻ മുസ്തഫ സിക്കോ തുറന്നടിച്ചു. ഇതിന് പിന്നിലെ പ്രധാന കാരണം ഫിഫയുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും സാമ്പത്തിക താൽപ്പര്യങ്ങളാണെന്നാണ് കായിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലയണൽ മെസ്സി എന്ന താരം വെറുമൊരു കളിക്കാരനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ബ്രാൻഡാണ്. മെസ്സിയും അർജന്റീനയും ടൂർണമെന്റിൽ മുന്നോട്ട് പോകുന്തോറും ലോകമെമ്പാടുമുള്ള ടെലിവിഷൻ ഡിജിറ്റൽ വ്യൂവർഷിപ്പും ടിക്കറ്റ് വിപണിയും കുതിച്ചുയരും. മെസ്സി കപ്പ് നേടിയ കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ഫിഫയ്ക്ക് അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വരുമാനമായ $7.57 ബില്യൺ നേടിക്കൊടുത്തത്. 48 ടീമുകളെ പങ്കാളികളാക്കിയ 2026 അമേരിക്കൻ ലോകകപ്പിൽ ഫിഫ ലക്ഷ്യമിടുന്നത് $11 ബില്യൺ വരുമാനമാണ്. ഈ ഭീമമായ ബിസിനസ് തകരാതിരിക്കാൻ അർജന്റീനയെ പോലുള്ള വമ്പന്മാർ ടൂർണമെന്റിൽ നീണ്ടു നിൽക്കേണ്ടത് ഫിഫയുടെ താൽപ്പര്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ താരങ്ങളെയും വമ്പൻ ടീമുകളെയും സംരക്ഷിക്കാൻ കളി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണത്തിന് ഫുട്ബോൾ ലോകത്ത് പ്രാധാന്യം ലഭിക്കുന്നുമുണ്ട്. ഇത് മാത്രമല്ല, അമേരിക്കയിലെ കഠിനമായ ചൂടിലാണ് ഇത്തവണ മത്സരങ്ങൾ നടക്കുന്നത്. അതായത് അവിടെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് മിക്ക കളികളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം യൂറോപ്യൻ പ്രൈം ടൈം ആണെന്നാണ് ആരോപണം. അമേരിക്കയിൽ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ യൂറോപ്പിൽ വൈകുന്നേരം 5 മണിയോ 6 മണിയോ ആയിരിക്കും. ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ഫിഫയ്ക്ക് ഏറ്റവും കൂടുതൽ പണം തരുന്നതും യൂറോപ്യൻ ടെലിവിഷൻ വിപണിയാണ്. യൂറോപ്പിലെ ആളുകൾക്ക് അവരുടെ ചാനലുകളിൽ പ്രൈം ടൈമിൽ കളി തത്സമയം കാണാൻ വേണ്ടിയാണ് അമേരിക്കയിലെ കഠിനമായ ഉച്ചച്ചൂടിൽ ഫിഫ മത്സരങ്ങൾ ക്രമീകരിക്കുന്നത്. അതായത് കളിക്കാരുടെ ആരോഗ്യത്തെക്കാൾ ഫിഫ നോക്കുന്നത് ടെലിവിഷൻ റേറ്റിംഗും പണവുമാണ് എന്ന രൂക്ഷ ആരോപണം ഇവിടെയുണ്ട്. അമേരിക്കയിലെ പല നഗരങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ഹ്യൂമിഡിറ്റി കൂടിയ കനത്ത ചൂടായിരിക്കും. ഈ സമയത്ത് 90 മിനിറ്റ് ഓടിക്കളിക്കുക എന്നത് കളിക്കാരെ കടുത്ത നിർജ്ജലീകരണത്തിലേക്കും തളർച്ചയിലേക്കും നയിക്കാറുണ്ട്. ഇത് ചെറിയ ടീമുകളെ തളർത്താൻ ഫിഫ ബോധപൂർവം ചെയ്യുന്ന ചതിയാണെന്ന വ്യാഖ്യാനവും ശക്തമായിരുന്നു. ഇതിനെല്ലാം ഇടയിലേക്കാണ് ട്രംപ് എന്നൊരു ഫാക്ടറും കൂടി കടന്നു വരുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയവും ഈ ലോകകപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന വാദം ശക്തമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു കായിക മേള മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ വേദി കൂടിയാണ് എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ സാധിക്കില്ല. മിഡിൽ ഈസ്റ്റിലെ പുതിയ സൈനിക നയതന്ത്ര സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് ഫുട്ബോൾ മൈതാനത്ത് നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട് എന്ന കടുത്ത വാദവുമുണ്ട്. ലോകകപ്പിനിടയിൽ അമേരിക്കൻ താരൻ ഹൊളാറിൻ ബലോഗന് ചുവപ്പ് കാർഡ് ലഭിച്ചപ്പോൾ അടുത്ത മത്സരത്തിലെ സസ്പെൻഷൻ ഒഴിവാക്കാൻ ട്രംപ് നേരിട്ട് ഫിഫ തലവനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയതും ഈ ലോകകപ്പിലെ ഏറ്റവും മോശം പ്രവൃത്തിയായിരുന്നു. ഫിഫ തങ്ങളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ബലോഗന്റെ വിലക്ക് അടിയന്തരമായി റദ്ദാക്കുകയും അടുത്ത മത്സരത്തിൽ കളിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഫിഫയുടെ ഈ പ്രവൃത്തിയെ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനായ യുവേഫയും ബെൽജിയവും കായിക ലോകവും കടുത്ത ഭാഷയിലാണെന്ന് വിമർശിച്ചത്.
മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു വിട്ടെങ്കിലും ഫിഫയ്ക്ക് മേൽ രാഷ്ട്രീയ അധികാരം പിടിമുറുക്കുന്നതിന്റെ തെളിവായി ഈ സംഭവം ചരിത്രത്തിൽ തന്നെ അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനൊപ്പം തന്നെ ലോകകപ്പിലെ AI ഉപയോഗം പ്രധാന വർത്തമാനമായിരുന്നു. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ, AI അവതാറുകൾ, പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ തീരുമാനങ്ങൾ എന്നിവ കളിയിലെ സുതാര്യത വർദ്ധിപ്പിക്കാനാണ് കൊണ്ടുവന്നതെങ്കിലും ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആരോപണം. മനുഷ്യ സഹജമായ തെറ്റുകളെക്കാൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലും ബിഗ് ടെക് കമ്പനികളുടെ കോഡിങ്ങിലും കൃത്രിമത്വം കാണിക്കാൻ എളുപ്പമാണെന്ന് ആരാധകർ ഭയപ്പെടുന്നു. ഈ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഫിഫയ്ക്ക് മത്സരഫലങ്ങൾ തങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റി എഴുതാനുള്ള ഒരു മറ മാത്രമാണെന്ന അഭിപ്രായങ്ങളുമുണ്ട്. സാങ്കേതിക വിദ്യ ഫുട്ബോളിനെ സഹായിക്കുന്നുണ്ട് എങ്കിലും അത് നടപ്പിലാക്കുന്നതിലെ അശാസ്ത്രീയതയാണ് ഇവിടെ വിവാദങ്ങൾക്ക് കാരണമായത്. കളിക്കളത്തിൽ നീതി നഷ്ടപ്പെട്ടുവെന്നും ഇനിയൊരിക്കലും ലോകകപ്പ് കളിക്കില്ലെന്നുമാണ് ഈജിപ്ഷ്യൻ പരിശീലകൻ ഹൊസാം ഹസൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കളിക്ക് പിന്നിലെ അദൃശ്യ ശക്തികളെക്കുറിച്ചുള്ള ഭീതിയും വിമർശനങ്ങളും ആവേശത്തിനൊപ്പം നിഴലായി ലോകകപ്പിൽ മാറിയെന്നത് വിഷമിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. മൈതാനത്തെ കളിയേക്കാൾ ബാക്ക് സ്റ്റേജിലെ കള്ളക്കളികൾ ചർച്ചയാകുന്നത് പന്തുകളിയുടെ വീര്യത്തിനും കനത്ത ആഘാതമാണ് നൽകിയിരിക്കുന്നത്.